കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം അല്ലെങ്കിൽ ക്രൂശ് എന്നുള്ള വിഷയമാണ്. ചില ദിവസങ്ങളായിട്ട് ഞാൻ ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്നും കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതായ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് അപ്പോസ്തലനായ പൗലോസ് താൻ ക്രൂശിൻ്റെ ആ പ്രാധാന്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഒന്ന്, ക്രൂശിൻ്റെ സന്ദേശം. രണ്ട്, ജലസ്നാനത്തിൽ നാം ക്രൂശിൻ്റെ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ മരണത്തിൻ്റെ പുനരുത്ഥാനത്തിന് സാദൃശ്യീഭവിക്കുന്ന ഏകീഭവിക്കുന്ന കാര്യം. മൂന്നാമതായിട്ട് കർത്താവിൻ്റെ അത്താഴം അല്ലെങ്കിൽ കർത്തൃമേശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണ് പ്രധാനമായിട്ടും ഇന്ന് ഓർക്കുകയുണ്ടായി. നാലാമതായിട്ട് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്ത് ജീവിക്കുന്നു എന്നുള്ള സന്ദേശമാണ് എന്ന് നാം ഓർക്കുകയുണ്ടായി. അതിനോട് ചേർന്നുള്ള വിശദീകരണങ്ങളൊക്കെ നാം കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. ഇതിനോട് ചേർന്ന് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസാണ് പുതിയ നിയമസഭയെക്കുറിച്ചുള്ളതായ ഉപദേശം വളരെ വ്യക്തതയോടുകൂടെ പഠിപ്പിച്ച ദേവദാസൻ. കാരണം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്, തനിക്ക് ലഭിച്ചതായ വലിയ വെളിപ്പാടാണ് പുതിയ നിയമസഭ എന്നുള്ളത്. ആ പുതിയ നിയമസഭയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം യേശു ക്രിസ്തുവിലുള്ള രക്ഷയാണ്. മാത്രമല്ല, അതുവരെയും പ്രത്യേകമായ ഒരു പദവി ലഭിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന് മാത്രമല്ലാതെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് ദൈവസഭയുടെ അംഗങ്ങളാകാൻ കഴിയും എന്നുള്ളതായ ആശയമാണ്. അത് വളരെ വിശദമായി പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം, റോമാലേഖനം ഒക്കെ എന്നുള്ളത്. ഇന്ന് റോമാലേഖനത്തിലെ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് മനുഷ്യവർഗം മുഴുവൻ, അത് യഹൂദനും ജാതിയും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവം മുമ്പാകെ പാപികളാണെന്നും എല്ലാവർക്കും യേശു ക്രിസ്തുവിലൂടെ ഉള്ള കൃപയാലുള്ള വീണ്ടെടുപ്പാണ് അവരുടെ രക്ഷാമാർഗത്തിനായിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള വിഷയവുമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. നാം വായിച്ച ഈ വേദഭാഗം ആ വിശ്വാസത്താൽ മാത്രമാണ് ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു പ്രത്യേക വാക്കാണ്. അതിൻ്റെ ശരിയായ അർത്ഥം ദൈവത്താൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ എന്താ ദൈവത്താൽ അംഗീകരിക്കപ്പെടുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെതായ എല്ലാ നിയമങ്ങൾക്കും തെറ്റിച്ചപ്പോൾ ദൈവത്തോട് ശത്രുവായി തീർന്നു, ദൈവത്തിൻ്റെ കോപത്തിന് വിധേയനായി തീർന്നു, ന്യായവിധിക്ക് മാത്രം അർഹനായി തീർന്ന വ്യക്തി ഇപ്പോൾ ദൈവം മുമ്പാകെ അംഗീകരിക്കപ്പെട്ടവനായി തീർന്നു എന്നുള്ളതാണ് നീതീകരിക്കപ്പെടുക എന്ന വാക്കുകൊണ്ട് പുതിയ നിയമം വിവക്ഷിക്കുന്നു. പഴയ നിയമത്തിൽ മറ്റ് ചില അർത്ഥങ്ങളിൽ കൂടെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നീതീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു കോടതി ഭാഷയാണ്.
എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്തവനായി അത് വിടുക എന്ന് മാത്രമല്ല, കുറ്റം തെളിയിക്കപ്പെടാത്തതുകൊണ്ട് ശിക്ഷിക്കപ്പെടാതെയാണ് പലപ്പോഴും നാം കേൾക്കുന്നത്. കാരണം തെളിവുകളില്ല, അല്ലെങ്കിൽ അവൻ കുറ്റവാളിയാണെന്ന് സമൂഹം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിയമത്തിന് അവനെ ശിക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് തെളിവുകളുടെ അഭാവത്തിലും വ്യക്തമായും ശക്തമായും അത് പൂർണ്ണമായും ആ ന്യായാധിപനെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചില കോടതികളിൽ അത് കൈകാര്യം ചെയ്ത നിയമത്തിൻ്റെതായ ആളുകളായ പോലീസുകാരെയും മറ്റുമൊക്കെ ശാസിക്കുന്നു. നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ കുറ്റവാളി രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിൽ പരാമർശമുണ്ടാകും. എന്നാൽ ആ അർത്ഥത്തിലല്ല വേദപുസ്തകം പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി ദൈവമകനായി തീരുന്നത് പാപം പൂർണ്ണമായി ഇല്ലാത്ത ഒരു വ്യക്തിയായി യേശുക്രിസ്തുവിലൂടെ അവൻ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റേതായ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നാം ഇന്ന് വായിച്ച വേദഭാഗം. ഇത് വളരെ റോമാലേഖനത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മാത്രമല്ല പുതിയ നിയമത്തിലെ വളരെ സുപ്രധാനമായ ഒരു വേദഭാഗമാണ്. നാം പലപ്പോഴത് ഞാനിത് വളരെ കാലങ്ങൾ കഴിഞ്ഞാണ് ഇതിൻ്റെ ആശയം മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട്. നാം അതിൻ്റെ ഒന്ന് ഓടിച്ച് ഞാൻ അതിൻ്റെ ആദ്യം പറഞ്ഞു പോകാം. എൻ്റെ വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഞാൻ അത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ നാം വായിച്ചത്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള ദൈവനീതി. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള ദൈവനീതിയാണ് ഇവിടെ പറയപ്പെടുന്ന നീതി. അതായത് കണക്കിടുന്ന, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്ന യേശുക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന ദൈവനീതിയാണ് ഇവിടെ പറയപ്പെടുന്ന ആശയം. എന്നിട്ട് പറയുന്നത് ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ന്യായപ്രമാണം നൽകപ്പെട്ടത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ മനുഷ്യന് കഴിയുമോ എന്ന് ഉള്ള രീതിയിൽ നൽകപ്പെട്ടതാണെങ്കിലും നീതിമാനായ സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാമായിരുന്നു. നാം മറ്റു പല ഭാഗങ്ങൾ ഗലാത്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ന്യായപ്രമാണം നൽകിയത്, അല്ലെങ്കിൽ റോമാലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യനെ കൊണ്ട് സ്വന്തം പ്രയത്നത്താൽ ദൈവം വെച്ചതായ ആ അളവുകോൽ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ നാം വേദഭാഗങ്ങൾ വായിക്കുന്നത് ന്യായപ്രമാണം കൂടാതെ. ആർക്കെങ്കിലും ന്യായപ്രമാണത്താൽ ദൈവം മുമ്പാകെ അംഗീകരിക്കപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ലേഖനം എഴുതിയ പൗലോസിന് കഴിയുമായിരുന്നു. ഫിലിപ്പി ലേഖനത്തിൽ താൻ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ചാൽ അനിന്ദ്യനാണ് എന്ന് പറഞ്ഞാൽ തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ന പോരായ്മകളുണ്ടെന്ന് പറയുവാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ടും ആ പൗലോസ് കൂടെ എഴുതിയാണ്, ന്യായപ്രമാണം കൂടാതെയുള്ള നീതിയാണ്, ദൈവനീതിയാണ് യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ നീതി. എന്നിട്ട് അതിന് പറയുന്നു, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയും എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണവും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പഴയ നിയമം മുഴുവനായിട്ടും ആ കാര്യം വെളിപ്പെടുത്തുകയാണ്. ഏത് ഈ യാഗങ്ങളൊക്കെ കഴിച്ച് ദൈവത്തോട് സമാധാനവും നീതികേടും ലഭിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു, പക്ഷേ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതായ സൂചന പല സ്ഥലങ്ങളിലായിട്ട് പഴയ നിയമത്തിൽ നൽകപ്പെട്ടിരുന്നു. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം, എൻ്റെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ടല്ലെങ്കിൽ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ച സമയത്ത് അന്നത്തെ യഹൂദന്മാരും നേതാക്കന്മാരൊക്കെ ഇവൻ മശീഹ ആണോ എന്ന് തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവിടെ കടന്നു വന്നതായിട്ട് നാം വായിക്കുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വാക്യം വരെ. ഞാൻ ക്രിസ്തുവല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്നവരോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന്
അല്ല എന്നവൻ ഉത്തരം പറഞ്ഞു. ഇനി അതിൻ്റെ 25-ാമത്തെ വാക്യം. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികയും നീ സ്നാനം കഴിക്കുന്നത് എന്തെന്ന് അവർ ചോദിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, യോഹന്നാൻ സ്നാപകനെ ചോദ്യം ചെയ്യുന്നത് അവിടുത്തെ നേതാക്കന്മാരാണ്. അവിടെ വായിക്കുന്നത് അവർ പുരോഹിതന്മാരെയും ലേവ്യരെയുമാണ് അവരുടെ അടുക്കൽ അയച്ചത്. അപ്പോൾ അവരാണ് അന്നത്തെ മത നേതാക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആരാധനാക്രമങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി. ഇവർ ചോദിക്കുകയാണ്, നീ ക്രിസ്തുവാണോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നത് ചോദിക്കുന്നത് ഏലിയാവാണോ? ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ഒരുവന് വരും എന്ന് പറഞ്ഞ് യോഹന്നാൻ സ്നാപകൻ തന്നെയാണ് ആ വ്യക്തിയെന്ന് യേശു കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഏലിയാവല്ല എന്നും പിന്നെ പറയുന്നു, നീ ആ പ്രവാചകനാണ്. ഏതാ ഈ ആ പ്രവാചകൻ? അപ്പോൾ വേറൊരു പ്രവാചകനെക്കുറിച്ചും കൂടെ അവിടെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണവും പഴയ നിയമവും സാക്ഷ്യം പറഞ്ഞ് ചില വ്യക്തികളുണ്ട്, കാത്തിരിക്കുന്ന യഹൂദജനം കാത്തിരിക്കുന്നു. നാം ഈ ക്രിസ്തുവാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് യെശയ്യാപ്രവചനത്തിൽ നാം കാണുന്നുണ്ട്. ഒരു ശിശു ജനിക്കും, കന്യക ഗർഭിണിയായി ജനിക്കും, അവൻ രാജാവായിട്ട് വാഴും എന്നൊക്കെയുള്ളത്. എന്നാൽ ഈ ആ പ്രവാചകൻ എന്ന് പറയുന്നത് ആരെയാണ്? നാം അതിൻ്റെ സൂചനയായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. മോശ പറയുന്ന ഒരു വാക്കാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഇവിടെ പറയപ്പെട്ട ഈ പ്രവാചകനെയാണ്, നീ ആ പ്രവാചകനാണോ? നീ മോശ പറഞ്ഞ എന്നെപ്പോലെ മോശയെപ്പോലെ പ്രവാചകൻ. എന്താ ഈ മോശയെപ്പോലെയുള്ള പ്രവാചകൻ എന്ന് പറയുന്ന അർത്ഥം? മോശ മുഖാന്തരമാണ് ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്. അതുപോലെ ഈ ക്രിസ്തു അല്ലെങ്കിൽ മശിഹ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു പ്രവാചക ദൗത്യമുണ്ട്. ഇസ്രായേൽ ജനത്തെ അവരുടേതായ പാപത്തിൽ നിന്നും അവരുടേതായ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാനായിട്ടൊരു വ്യക്തി വരും എന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ യഹൂദ നേതാക്കന്മാർ അത് ചോദിച്ചത്, നീ ആ പ്രവാചകനാണോ? അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പഴയ നിയമ ന്യായപ്രമാണത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനായിട്ട്, ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട്. ആ വ്യക്തി ക്രിസ്തുവാണോ അല്ലെങ്കിൽ ആ പ്രവാചകൻ എന്നുള്ള ആശയത്തിലാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനോട് അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചത്. ഇവിടെ നാം പറയുന്നത്, ഇവിടെ റോമലേഖനത്തിൽ ഇവിടെ വീക്ഷിക്കപ്പെടുന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഇങ്ങനെ കാത്തിരിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ മനസ്സിലായിരുന്നു പഴയ നിയമയാഗങ്ങളൊന്നും പൂർണ്ണമായി തൃപ്തി വരുത്തി നീതീകരണം വരുത്താൻ കഴിയാത്തതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായ നീതീകരണം വരുത്തുന്ന, ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു വ്യക്തി കടന്നു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ കാത്തിരിക്കുന്നത്. പഴയ നിയമയാഗങ്ങളൊക്കെ താൽക്കാലിക സംവിധാനങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നാം വായിക്കുന്നത് 23-ാം വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. ഇവിടെ നാം വായിക്കാൻ ഇത് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇവിടെ രേഖപ്പെടുത്തിയതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിച്ച് പോകാം. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? പാപം ചെയ്തു, നമ്മളൊക്കെ ചെറുപ്പം മുതൽ ആവർത്തിക്കുന്നതാണ്, പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെട്ടു. എന്താ ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ഇതിൽ ഒരു കാര്യം കൂടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്, പറയും, ആളുകളൊക്കെ കേൾക്കുന്നു, പോകുന്നു. ന്യായമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ചില സംശയങ്ങൾ വരണം, നിങ്ങൾ ചില വിശദീകരണങ്ങൾ എന്നോട് ചോദിക്കണം. എന്നാലാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾക്ക് ഇത് ഒന്നും ശരിയായ ഒരു സംശയമില്ലാതെ മനസ്സിലായി എന്ന് അറിയണമെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾ വ്യക്തിപരമായിട്ടായാലും ചോദ്യങ്ങൾ ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിശദീകരണങ്ങൾ ഒന്നുകിൽ അപ്പം പറയാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇത് കേട്ടിട്ട് ഇതിങ്ങനെയാണോ അങ്ങനെയാണോ സംശയിച്ചതാരും പോകണ്ട.
എല്ലാവർക്കും ഞാൻ പറയുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാനുള്ള സാവകാശമുണ്ട് എന്ന് ഈ വിഷയത്തെ ഞാൻ ബന്ധപ്പെട്ട് പറയാം. ഇവിടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമല്ല. ദൈവം മനുഷ്യന് ചില ഒരു മഹത്വം നൽകിയിരുന്നു സൃഷ്ടിയിൽ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ 27-28 വാക്യങ്ങൾ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂജലത്തിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. ഇവിടെ നാം വായിക്കുന്നത് ആദ്യം മാതാപിതാക്കളെ സൃഷ്ടിച്ച കാര്യത്തോട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് നൽകപ്പെട്ട, മഹത്വം നൽകപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടും കൂടെയാണ് ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അവന് ചില അധികാരങ്ങൾ അവിടെ നൽകിയിരുന്നു. അവിടെ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, സകലത്തിന്മേലും വാഴുവാനുള്ള ഒരു അധികാരം. ഇന്ന് നമുക്കറിയാം, രാഷ്ട്രീയത്തിലായാലും നേതൃത്വത്തിലായാലും എല്ലാവരെയും അടക്കി വാഴണം, നേതൃത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഒരു ആവേശമുണ്ടല്ലോ. അത് വലിയ അടക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹം. അതാണല്ലോ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഇവിടെ നാം പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ കാണുന്ന സർവ്വ ജീവജാലങ്ങളെയും അടക്കി വാഴാനുള്ള സൃഷ്ടിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം 8-ാം സങ്കീർത്തനം അതുകൊണ്ട് ദാവീദ് വിലപിക്കുകയാണ്, ഈ മർത്യനെ നീ ഓർക്കേണ്ടതിന് എന്ത്? അവന് ഈ അധികാരമൊക്കെ നൽകി, പക്ഷേ അവനതൊക്കെ നഷ്ടപ്പെടുത്തി. ഈ കാര്യം നാം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. അവിടെ ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ടാണ് ആ വാക്യം പറയുന്നത് എങ്കിൽ കൂടെ അത് സർവ്വലോകത്തിനും ബാധകമായ വാക്യമാണ്. 43-ന്റെ 7-ാം വാക്യം. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്ന, പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുത്തുവാനായിട്ട് പറയുന്ന, അവരെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഇത്. സർവ്വലോകത്തിനും ബാധകമാണ്. മനുഷ്യൻ പരാജയപ്പെട്ടപ്പോൾ ഇസ്രായേൽ അബ്രഹാമിൻ്റെ ജഡപ്രകാരമുള്ള സന്തതിക്ക് മാത്രമായിട്ട് അത് ഒതുങ്ങിപ്പോയി. ഇവിടെ പറയുന്നത് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചും ഉണ്ടാക്കിയ ഏവരും. ശ്രദ്ധിക്കുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, ദൈവ തേജസ് പങ്കിടുവാനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന പാപം ചെയ്തപ്പോഴേ അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. 1-2 വാക്യം കൊണ്ട് ഇത് ചേർത്ത് വായിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 7-8 വാക്യം പരിചയമുള്ള വാക്യങ്ങളാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനത്തെ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ഇവിടെ ശ്രദ്ധിക്കുക, തേജസ് എന്ന് 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുന്നത് ദൈവ ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചത് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ് ലഭ്യമാക്കാൻ വേണ്ടിയും കൂടെയാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ എന്നിട്ട് അത് പറയുന്നത് തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു. അവരെ അത് അറിയാതെ ക്രൂശിച്ചതാണ്, അല്ലെങ്കിൽ യഹൂദ ജനം തിരിച്ചറിയാതെ ക്രൂശിച്ചതാണ്. പക്ഷേ അത് മുഖാന്തരം നമുക്ക് ദൈവ തേജസ് ലഭിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം വീണ്ടെടുക്കപ്പെട്ടവരായി പൂർണ്ണമായി നമ്മുടെ ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ ദൈവിക തേജസ് നമുക്ക് തിരിച്ച് ലഭിക്കും. അതും കൂടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ബാധ്യത.
മറ്റൊരു വാക്യം കൂടി ചേർത്ത് ഇതിനോട് ബന്ധപ്പെട്ട് വായിക്കാം. വലിയ വിശദീകരണങ്ങൾ ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകാം. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഇബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എബ്രായർ 2-ന്റെ 10-ാം വാക്യം. ഇതൊക്കെ പലപ്പോഴും നാം കർത്തൃമേശയ്ക്ക് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ എഴുതിയിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതമായ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ ദൈവിക തേജസ് ലഭ്യമാക്കുവാനും കൂടെയാണ് ഈ ക്രൂശ് മരണം സാധിപ്പിച്ചത്. എന്നിട്ട് പറയുന്നു, അവരെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളായി തികഞ്ഞു. ഇത് തന്നെയാണ് കൊച്ചിൻ ജയത്തിൽ നാം വായിച്ചത്. ആ തേജസ്സിൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, കഷ്ടാനുഭവങ്ങളെ തികഞ്ഞതായി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. നാം റോമാലേഖിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവിടെ പറയുന്നത്, പാപം ചെയ്തപ്പോൾ എല്ലാവരും ദൈവിക തേജസ് നഷ്ടപ്പെട്ടു പോയി. ദൈവികമായ യാതൊരു ഗുണവിശേഷങ്ങളും ഇല്ലാത്തവരായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വളരെ അധപ്പതിച്ച് പാപത്തിനും ദൈവിക ശിക്ഷയ്ക്കും മാത്രം യോഗ്യനായിട്ട് തീർന്ന അവസ്ഥയാണ് നാം കാണുന്നത്. എന്നാൽ 24-ാം വാക്യം, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായാണ് നീതീകരിക്കപ്പെട്ടത്. ഇവിടെ സൗജന്യമായിട്ടാണ് നീതീകരണം എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ യാഗങ്ങൾ അർപ്പിച്ച് താൽക്കാലികമായ ദൈവമുമ്പാകെ വീണ്ടെടുപ്പ് ലഭിച്ചിരുന്ന മനുഷ്യന് ഇപ്പോൾ സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. ഇനി അതിൻ്റെ 25-26 വാക്യങ്ങൾ വളരെ സുപ്രധാനമായ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന വാക്യമാണ്. അത് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കും. നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പഴയ നിയമ ചിത്രങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ പാളയത്തിൽ വലിയ കൊടിമരത്തിന്മേൽ നാട്ടിയിരുന്നതായ പിച്ചള സർപ്പത്തിൻ്റെ ആ രൂപം ഉണ്ടായിരുന്നു. അത് കർത്താവ് അത് എടുത്തുകൊണ്ട് പറയുകയുണ്ടായി, മനുഷ്യപുത്രനെ ഇതുപോലെ ഉയർത്തണം, നോക്കുന്ന എല്ലാവർക്കും രക്ഷപ്പെടാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. രക്തം മൂലം എന്ന് പറയുന്ന അർത്ഥം ആള് മരിക്കണം, അതാണ് രക്തം. പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. അടുത്ത വാചകം വളരെ ശ്രദ്ധേയമായൊരു വാചകമാണ്. പലപ്പോഴും തെറ്റിപ്പോകാവുന്ന ഒരാശയമുള്ള വാക്യമാണ്. അവിടെ വായിക്കുന്നത്, ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഈ വാക്യം നാം ശ്രദ്ധിച്ച് വായിക്കണം. ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത്? തൻ്റെ പുറമേയും മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. ചിലർക്ക് വിചാരിക്കുന്നത് അങ്ങനെ സാധാരണ ചിന്തിച്ച് പോകാം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ചെയ്ത പാപങ്ങൾക്ക് ദൈവം നമ്മെ ശിക്ഷിക്കുന്നില്ല. യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അതിനൊരു പാപമോചനം നൽകുന്നു. അതല്ല ഇവിടുത്തെ ആശയം. ഇവിടുത്തെ ആശയം, മനുഷ്യവർഗം ആദാം മുതൽ ആരംഭിച്ച മനുഷ്യൻ പാപത്തിന് അടിമയായി ജീവിച്ച് പല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച് യാഗങ്ങളൊക്കെ നടത്തി അവൻ്റെ പാപമോചനം അവന് നൽകിക്കൊണ്ടിരുന്നു. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയെ നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പക്ഷപാതക്കാരനോട് രോഗിയോട് പറയുന്നുണ്ട്, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ പാപങ്ങൾ മോചിച്ചു തരണമെങ്കിൽ അവിടെ ഒരു പ്രായശ്ചിത്ത ബലി നടക്കും. അപ്പോൾ യേശു കർത്താവ് അത് പറയുന്ന സമയത്ത് അവിടെ പ്രായശ്ചിത്ത ബലി നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ പാപബോധനം നൽകാനായിട്ട് കർത്താവിന് കഴിഞ്ഞത്? ചിലരൊക്കെ പറയുന്നത് ദൈവമല്ലേ, യേശു കർത്താവ് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രൂശുമായിട്ട് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വർഗത്തിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ പോലെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പാപമോചനം. അങ്ങനെയല്ലല്ലോ നടന്നത്. കാരണം
ദൈവം നീതിമാനായതുകൊണ്ട്, ഇവിടെ പറയുന്നത് ദൈവം നീതിമാനായതുകൊണ്ട് പാപിയായ മനുഷ്യന് ശിക്ഷ നടപ്പിലാക്കാതെ, അതിനെ ശിക്ഷിക്കാതെ അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ചോദ്യം, ഈ പഴയ നിയമകാലത്തൊക്കെ എങ്ങനെ നീതിമാന്മാരായി? ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിച്ച പലരെയും നാം ചരിത്രത്തിൽ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇവിടെ പറയുന്നത് ആദാം മുതൽ ജീവിച്ചിരുന്ന, യേശു കർത്താവിൻ്റെ ക്രൂശ് വരെ ജീവിച്ചിരുന്ന എല്ലാ വ്യക്തികളുടെയും പാപം പോക്കി അവരെ നീതിമാന്മാരാക്കി തീർത്തത് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം ഒന്നറിയാമായിരുന്നു, ദൈവപുത്രനായി ദൈവം തന്നെ കടന്നു വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീരുമെന്നും ആ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സർവ്വലോകത്തിനും പാപമോചനം ലഭിക്കുന്നത്. നാം യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. അവിടെ ശ്രദ്ധിക്കുക, നമ്മുടേതിനും മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും. എന്ന് പറഞ്ഞാൽ സർവ്വലോകം എന്ന് പറഞ്ഞാൽ ഏതാ ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ എല്ലാ വ്യക്തികളുടെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തം യേശു കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. അഥവാ നാം മനസ്സിലാക്കണം, യേശു കർത്താവിൻ്റെ ക്രൂശിന് മുൻകാല പ്രാബല്യവുമുണ്ട്, പിൻകാല പ്രാബല്യവുമുണ്ട്. ഈ സത്യം നാം തിരിച്ചറിയണം. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ മുൻകാലങ്ങളിലുള്ളവരും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവം അന്ന് വെച്ച വ്യവസ്ഥകളനുസരിച്ച് യാഗങ്ങൾ നടത്തി പാപപരിഹാര ബലി താൽക്കാലികമായി ലഭിച്ചവരൊക്കെ നീതീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തത് നീതിമാനായ യേശു കർത്താവിൻ്റെ ഓരോ വ്യക്തിയുടെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം നീതിമാനായ ദൈവത്തിന് നീതിയോടുകൂടെ മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിക്കണമെങ്കിൽ അതിന് പ്രായശ്ചിത്തം വേണം. ആ പ്രായശ്ചിത്തം നിഷ്കളങ്കമായ പാപം ചെയ്യാത്ത മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായ ഒരു വ്യക്തിയായിരിക്കണം, താൻ ദൈവമായിരിക്കുകയും വേണം. എന്നാൽ മാത്രമേ ആ പാപപരിഹാര ബലിയിലൂടെ അത് സാധിക്കാൻ നാം പലപ്പോഴും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് 2000 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അതിനുശേഷം വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം ലഭിക്കുന്നു. അതിന് മുമ്പത്തെ കാര്യം അതൊക്കെ അത് ദൈവം നോക്കിക്കോളും. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഈ വാക്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. വിശ്വസിക്കുന്നവർക്ക് അത് രക്തമൂലം പ്രായശ്ചിത്തം 3-ാം അധ്യായത്തിൻ്റെ റോമർ 3:25 വായിക്കുന്നത്. ദൈവം തൻ്റെ പുറമയിൽ എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ് പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം എന്ന് പറയുന്നത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ ഇപ്പോൾ അവൻ ചെയ്തതെന്താ? താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവൻ നീതിയിരിക്കേണ്ട ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ദൈവത്തിൻ്റെ ഘടികാരത്തിൽ തക്ക സമയം വന്നപ്പോൾ, ഞാൻ ഗലാത്യ ലേഖനത്തിലേക്ക് ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഇവിടെ ഈ വാക്യമൊക്കെ നാം പലപ്പോഴും വായിക്കുന്നതാണ്. അവിടെ ശ്രദ്ധിക്കുക. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തിൻ്റെ ആ ടൈം ടേബിളിൽ കൃത്യമായ സമയക്രമം പറഞ്ഞിട്ടുണ്ട്. ആ സമയക്രമം വന്നപ്പോൾ ദൈവം വളരെ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനങ്ങളൊക്കെ കൃത്യമായ നിവൃത്തിയായിട്ടാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്. ആ സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നാം പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോഴും ഇതേ ആശയം പത്രോസ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. 1 പത്രോസ് 1-ാം അധ്യായം 20-ാമത്തെ വാക്യം.
അവൻ ലോകസ്ഥാപനത്തിന് മുന്നറിയപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ, ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ മുന്നറിയപ്പെട്ട വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ദൈവത്തിൻ്റെ സമയക്രമം അനുസരിച്ച് യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ഈ കാര്യം നടന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ലളിതമായി പറഞ്ഞാൽ, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻകാല പ്രാബല്യമുണ്ട്, പിൻകാല പ്രാബല്യമുണ്ട്. അതുവരെയുള്ള കാര്യങ്ങളിൽ, യേശു കർത്താവിന് ക്രൂശ് മരണം നടക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ദൈവം താൽക്കാലികമായി അംഗീകരിച്ച എല്ലാ വ്യക്തികളെയും, എബ്രായ ലേഖനം നാം പഠിച്ചതാണല്ലോ ഇവിടെ. എബ്രായ ലേഖനത്തിൽ പറയുന്നത് എന്താ? വരുവാനുള്ള നന്മകളുടെ നിഴലുകളായിരുന്നു പഴയ നിയമ യാഗങ്ങളൊക്കെ. അത് താൽക്കാലികമായിരുന്നു. ആ അർപ്പകൻ്റെ മനസാക്ഷിയിൽ വേണ്ടത്ര പരിഹാരം, സമാധാനം വരുത്തുവാൻ കഴിയാത്തതായിരുന്നു. നാം എബ്രായ ലേഖനത്തിൽ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിച്ച എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 10-ാം അധ്യായത്തിന് 4, 5, 6, 7 വാക്യം. ഇവിടെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. അവിടെ പറയുന്നത്, കാളകളുടെ ആട്ടിനെ നീക്കം കഴിഞ്ഞ ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. ഈ ഹനനയാഗവും വഴിപാടും പഴയ നിയമയാഗങ്ങളൊക്കെ ദൈവം തന്നെയല്ലേ ഏർപ്പിച്ചത്. പക്ഷേ ദൈവത്തിന് പൂർണ്ണ പ്രസാദം വന്നില്ല. അതിന് വാചകം ശ്രദ്ധിച്ചോ? സർവാംഗഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. ദൈവത്തോട് പുത്രൻ പറയുന്ന വാക്കാണത്. 40-ാം സങ്കീർത്തനത്തിലുള്ള ഉദ്ധരണിയാണ്. ഇതിൽ ദൈവം പ്രസാദിച്ചില്ല. കാരണം അത് താൽക്കാലിക സംവിധാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം പൂർണ്ണമായി ലഭിക്കുന്ന യാഗം യേശു കർത്താവിൻ്റെ ക്രൂശുമരണമാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം, പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തീർച്ചപ്പെടുത്തിയതും നിയമിച്ചതുമാണെങ്കിലും ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ ക്രൂശിൽ മരിച്ചപ്പോൾ സംഭവിച്ചത്, ലോകത്തിലുണ്ടായിരുന്ന ആദം മുതൽ ജീവിച്ചിരുന്നവരും ഇനി ജനിക്കാൻ പോകുന്നവരും യേശു കർത്താവിൻ്റെ ക്രൂശ് വീണ്ടെടുപ്പ്, വീണ്ടും വരവും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് വരെയുള്ള കാലങ്ങൾ ജനിക്കാൻ പോകുന്നവരായാലും അവരുടെയും പാപത്തിന് പരിഹാരം ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയാൻ ഒരു ചരിത്ര സംഭവമാണ്. നമുക്കറിയാം, അത് ചരിത്രത്തിൽ ഒരിക്കൽ സംഭവിച്ച സംഭവമാണ്. ചരിത്രത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്കും മുന്നിൽ നിൽക്കുന്നവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണത്. അതിൻ്റെ കാരണം, ദൈവം നീതിമാനായതുകൊണ്ട് തൻ്റെ നീതിക്ക് യോജിക്കുന്ന ഒരു പാപപരിഹാര ബലി യാഗങ്ങളിൽ, മൃഗങ്ങളുടെ യാഗങ്ങളോ മറ്റ് യാഗങ്ങളോ ഒന്നും പര്യാപ്തമായിരുന്നില്ല. അതാണ് പ്രാലേഖനത്തെ ഞാൻ വായിച്ചത്. അതിലൊന്നും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അഥവാ പുത്രൻ പറയും, നമുക്കൊക്കെ ഉള്ള പ്രശ്നം, നമുക്കൊക്കെ 100 വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ, ആയുസ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാലഘട്ടമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം പത്രോസ് ലേഖനത്തിൽ വാങ്ങി 1000 വർഷം അവനൊരു ദിവസം പോലെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, നാം വിചാരിക്കുന്ന ഈ കാലഘട്ടം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയൊരു കാലഘട്ടമല്ല, ചെറിയൊരു കാലഘട്ടമാണ്. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത്, ദൈവം ഇത് പെട്ടെന്ന് അങ്ങ് ചെയ്തെങ്കിലോ. നമുക്കറിയാം, യോനയുടെ ഹബക്കൂക്കിൻ്റെ പുസ്തകം പഠിക്കുമ്പോഴേ അത് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഹബക്കൂക്ക് ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങൾ, ചോദിച്ച് ഇങ്ങനെ പോകുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹബക്കൂക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് എപ്പോഴാണ് സംഭവിക്കുക. അപ്പോൾ ഹബക്കൂക്കിന് ദൈവം പറയും, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്, അതതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുന്നു, അത് താമസിക്കുകയില്ല, അത് വരും നിശ്ചയം.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ, ഹബക്കൂക്കിൻ്റെ ദൃഷ്ടിയിൽ പെട്ടെന്ന് ദൈവം കാര്യങ്ങൾ ചെയ്യണം, ദൈവം സൃഷ്ടിക്കണം, ദൈവജനത്തെ ഉദ്ധരിക്കണം. അപ്പോൾ ദൈവം പറയുന്നു, ഞാനൊരു സമയപദ്ധതി വെച്ചിട്ടുണ്ട്, ആ സമയപദ്ധതി അനുസരിച്ച് ക്ലിപ്തമായിട്ട് കാര്യങ്ങൾ പോകും. അത് താമസിക്കുന്നതല്ല, അത് വരും നിശ്ചയം. അതുവരെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഹബക്കൂക്കിന് ദൈവം കൊടുത്ത ഉത്തരം. അത് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് നാം മനസ്സിലാക്കുന്നത്, ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ഈ 25-26 വാക്യങ്ങൾ വളരെ സുപ്രധാനമായ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിൻ്റെ അടിസ്ഥാനം യേശു കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. കാരണം നാം ക്ലാസ്സുകൾ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് അനിവാര്യമായിരുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാനായിട്ട് കഴിയും. ഞാൻ തൽക്കാലം ഈ വേദഭാഗം വിശദീകരിച്ച് മുമ്പോട്ട് പോകട്ടെ. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് ഒരു പ്രത്യേക വാക്ക് വീണ്ടെടുപ്പ് മൂലം എന്ന് പറയും. അപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂസിൽ സംഭവിച്ചതായ ഒരു കാര്യമാണ് വീണ്ടെടുക്കപ്പെടുക എന്നുള്ളത്. വീണ്ടെടുപ്പ് എന്ന അർത്ഥം പല അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അടിമച്ചങ്ങലയിൽ നിന്ന്, ചന്തയിൽ നിന്ന് വിടുവിക്കുക, അല്ലെങ്കിൽ അവന് വില കൊടുത്ത് വാങ്ങുക, അവന് സ്വതന്ത്രമായിട്ട് അയക്കുക എന്നൊക്കെയുള്ളതാണ് അർത്ഥമെങ്കിലും ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏതൊരു ഉദ്ദേശത്തോടുകൂടെ സൃഷ്ടിച്ചുവോ ആ അവസ്ഥയിലേക്ക് അവനെ പുനഃസ്ഥാപിക്കത്തക്കവണ്ണം, വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പോൾ അതിൻ്റെ വിശദമായ അർത്ഥത്തിൽ, വ്യാപകമായ അർത്ഥത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന ഉദ്ദേശം പൂർണ്ണമായി സ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം ഉള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് ക്രൂശ് മരണത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് മനുഷ്യന് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന പോലെ ചിലരൊക്കെ ചോദിച്ചാലേ, രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, ഈ സ്വർഗത്തിൽ പോവും, ജീവിക്കും എന്നുള്ള അർത്ഥത്തിന് മാത്രമാണെന്ന് നാം മനസ്സിലാക്കുന്നത് പലരും. എന്നാൽ അതിനേക്കാൾ ഉയർന്ന ആശയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവിക തേജസ്സിൽ നാം പങ്കാളികളാകും. ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാൻ പാടില്ലേ? അപ്പോൾ ആദം പാപം ചെയ്തു എന്നുള്ളത് ഹവ്വ. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ആദാമേ നീ എവിടെ? അപ്പോൾ അവൻ പറയുന്നത് എന്താ? ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചു. നിന്നോട് നഗ്നനെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ കാര്യം നീ ലംഘിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഒരു മനുഷ്യൻ ചോദിക്കുന്ന ആ ആശയത്തിലെ ചോദിക്കും. സർവജ്ഞാനിയായ ദൈവമാണ്, എല്ലാം അറിയാവുന്ന ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ദൈവം ആഗ്രഹിച്ച അവസ്ഥയിൽ നിന്ന് അവൻ പാപം മുഖാന്തരം അകന്നുപോയി. പിന്നീട് ദൈവിക സാന്നിധ്യം അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ ആണ് അവൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ ഞാൻ പിന്നീട് നാം വായിക്കുമ്പോഴേ, ഞാൻ 2 സ്ഥലത്ത് അതിൻ്റെ ചിത്രീകരണം കാണിക്കാൻ പലരും ചോദിക്കാറുണ്ട്, ആദാം സ്വർഗത്തിൽ പോകും? ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ആദാം അങ്ങനെ പാപം ചെയ്തല്ലോ, മരിച്ചല്ലോ, അവന് ഇപ്പോൾ ഒരു വീണ്ടെടുപ്പ് സാധിച്ചോ? നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാമെങ്കിൽ അത് ഏതാണോ ആ കാലത്ത് നിലവിലുള്ളത് അത് അംഗീകരിച്ച എല്ലാ വ്യക്തികളും ദൈവത്തിൻ്റെ മക്കളായി തീർന്നിട്ടുണ്ട്. കാരണം നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവിൻ്റെ ഒരു വംശാവലി വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവന് പുനഃസ്ഥാപനം നടന്നു. നാം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വംശാവലിയിൽ അവിടെ ആദാമിൻ്റെ വംശപാരമ്പര്യമാവിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോരുമ്പോൾ ആദാം ഹാബേൽ നീതിമാനായിട്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ആ വംശാവലിയിൽ ആദാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്നത് എന്താ? ശേത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ശേത്തിൻ്റെ മകനായ എനോശ് അങ്ങനെ താഴോട്ട് കൊണ്ട് പോകുന്നു. അപ്പോൾ ആ വംശപരമ്പരയിൽ ദൈവം അംഗീകരിച്ച വ്യക്തികളുടെ ചരിത്രം മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ.
നാം 4-ാം അധ്യായം, ഉൽപ്പത്തി-പുസ്തകം 4-ാം അധ്യായം വായിച്ചു നോക്കിയാൽ അവിടെ കയ്യീനുണ്ട്. കയ്യീന് സന്താന പരമ്പരകളും വലിയൊരു കൂട്ടം ആളുകളുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വംശാവലിയിൽ സ്ത്രീകളുടെ പേരുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പുരുഷന്മാർ മാത്രമേ സാധാരണ രീതിയിൽ രേഖപ്പെടുത്താറുള്ളൂ. അപ്പോൾ ആ ലോകത്തിൽ വളരെയധികം ആളുകൾ ദുഷ്ടന്മാരായി, ഈ കയ്യിനെക്കുറിച്ച് നാം യോഹന്നാൻ ലേഖനത്തിൽ വായിക്കുന്നത് കയ്യീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നാണ്. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പക്ഷത്ത് ചേർന്നവൻ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് മാറിപ്പോയി. എന്നാൽ ആദാം ദൈവത്താൽ അംഗീകരിക്കപ്പെടാനായി തീർന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകാരം ലഭിച്ചവനായിട്ട് തീർന്നു. ഞാൻ പറയട്ടെ, അതിനുള്ള കാരണം ആ വ്യക്തി പോലും ദൈവമുമ്പാകെ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വർഗമാണ്. എന്താ ഈ വർഗം എന്ന് പറയുന്നത്? വർഗം എന്ന് പറഞ്ഞാൽ ആദാമും ഹവ്വയും ഉണ്ടായി, അവരുടെ മക്കളും സന്താന പരമ്പരകളായിട്ട് ഇങ്ങനെ പോകുന്നു. അതാണ് വർഗം. എന്നാൽ വർഗം അല്ലാത്ത ചില ജീവികളുണ്ട്, പ്രത്യേകിച്ച് ദൂതന്മാർ. അത് പിശാചുക്കളുമുണ്ട്, ദൈവദൂതന്മാരുമുണ്ട്. ഇവരാരും അപ്പനമ്മമാരും പറ്റി പെരുകി വർദ്ധിച്ചവരല്ല. വേദപുസ്തകത്തിന് വ്യക്തമായിട്ടറിയാം. അവരെയൊക്കെ വ്യക്തികളായിട്ട് ഇൻഡിവിജ്വലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടവരാണ്, എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ പാപപരിഹാര ബലിക്ക് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തി പരിഹാരത്തിന് മരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ ഒരു വർഗമായതുകൊണ്ട് മനുഷ്യന് വേണ്ടി മനുഷ്യൻ്റെ പ്രതിനിധിയായി ഒരു വ്യക്തി അഥവാ മനുഷ്യവർഗത്തിൽ മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് അത് സാധിച്ചു. നാം 1 കൊരിന്ത്യർ 15-ാം അധ്യായം പുനരുത്ഥാനത്തിൻ്റെ അധ്യായമാണെങ്കിൽ കൂടെ അവിടെ ഒരു പ്രയോഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഈ വിഷയം ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 45 വാക്യം മുതൽ 47 വാക്യം വരെ വായിക്കാം. ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേതിന് വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മതി, ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാം മനുഷ്യനും രണ്ടാം മനുഷ്യനും പറയും. ഒന്നാം മനുഷ്യൻ ആദാമാണ്, മാനുഷികമായ പരമ്പരയിൽ വന്നവനാണ്. രണ്ടാം മനുഷ്യൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു ആത്മീക പരമ്പരയെ വരികയാണ്. അപ്പോൾ ഈ രണ്ട് പരമ്പരകൾക്കും ആദാമിലൂടെ ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോഴാണല്ലോ മനുഷ്യവർഗം മുഴുവൻ പാപികളായത്. അതുപോലെ മനുഷ്യവർഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിൽ വിശ്വസിക്കുമ്പോൾ അത് വിശ്വസിക്കുന്ന എല്ലാവരും പാപയാഗമായി തീരുകയും മരണം അനുഭവിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലാതെ വണ്ണം നമ്മുടെ പ്രതിനിധിയായ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിക്കുകയും നാം ആ മരണത്തിൽ പങ്കാളികളായി എന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വന്നു. എന്നാൽ നാം റോമാലേഖനം വായിക്കുന്നത് പോലെ അവിടെ ഒരു പ്രത്യേക വാക്കുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിച്ച ആ ഭാഗത്തേക്ക് ഒരു പ്രത്യേക വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോഴും ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും. പാപം ചെയ്ത് അല്ലെങ്കിൽ പാപികളാകുന്ന ജന്മനാ പാപികളായി തീരുകയാണ്. എന്നാൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ പൈതൽ മക്കളായി തീരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം ഞാൻ വേദപുസ്തകത്തിലെ ഈ ആശയം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുവാനായിട്ട് ശ്രമിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പ്രസക്തി വളരെ പ്രാധാന്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ക്രൂശ് മരണത്തിലൂടെയാണ് മനുഷ്യവർഗത്തിന് ആദം മുതലുള്ള എല്ലാ വ്യക്തികളുടെയും പാപപരിഹാര ബലി അല്ലെങ്കിൽ നീതീകരണം ദൈവത്തിൻ്റെ നീതിമാനായ ദൈവത്തിൻ്റെ ന്യായത്തിന് യോജിക്കുന്ന രീതിയിൽ അംഗീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം മനസ്സിലാക്കണം, ഇനിയും രക്ഷിക്കപ്പെടുന്നവരും ഇതുപോലെ
യേശു കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിലൂടെ അംഗീകരിക്കപ്പെടും. മനുഷ്യൻ ആദാമിൻ്റെ സന്താന പരമ്പരകളായി ജനിച്ചിട്ട് പാപികളായി തീർന്നതുപോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീയ മക്കളായി തീരുമ്പോൾ ആ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവനീതി നമ്മിലേക്ക് വ്യാപരിച്ച് നാം ദൈവമക്കളായി തീരുന്നു, ദൈവമുമ്പാകെ അംഗീകരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പഴയ നിയമ യാഗങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ നേരത്തെ ആകാമായിരുന്നില്ല. ചിലരൊക്കെ തർക്കുത്തരം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും കാലം കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ആദാമും ഹവ്വയും പാപം ചെയ്തു, ഉടനടി ഈ പരിപാടി ഞങ്ങൾ നടത്തിയാൽ പോലെ. യേശു കർത്താവിനെ ഭൂമിയിലേക്ക് വെച്ച് ഹവ്വയോട് പറഞ്ഞതാണ് സ്ത്രീയുടെ സന്തതി കടന്നു വരും എന്നൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ടൈം ടേബിളിൽ സമയക്രമത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സർവജ്ഞാനിയായ ദൈവം ചില കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്, അതിൻ്റെതായ സമയക്രമത്തിലാണെന്ന്. അല്ലാണ്ട് നമ്മുടെ ക്രമത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കുകയില്ല. ദൈവത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് നാം അംഗീകരിച്ച് ദൈവമക്കളായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ പ്രസക്തിയും വ്യാപ്തിയും എത്രത്തോളമാണ്. പലപ്പോഴും ഈ ക്രൂശുമരണത്തെക്കുറിച്ച് ഞാൻ കർത്തൃമേശയിൽ ധ്യാനം ചെയ്ത് കേൾക്കുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ നാം സ്പർശിക്കാറുള്ളൂ, അതിനുള്ള സമയമേ നമുക്കുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ ഇത് വളരെ വിപുലമായ ഒരു വലിയ വിഷയമായിട്ടാണ് ഇത് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഈ നിലയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ചിന്തകൾ അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ്.